30 സെക്കൻഡിനുള്ളിൽ ആൾ കിട്ടുമെന്ന് പറഞ്ഞത്. നമുക്ക് നോക്കിയാലോ, കൗണ്ട് ചെയ്തോട്ടാ. മഴക്കാലമായിട്ട് ഞാൻ പുഴയിൽ വേറെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഈ സൈഡ് കോഴിയുടെ കാലം എടുക്കും, അതാണ് പോണത്. കിട്ടുണ്ട്, മഴക്കാലമാണ്. കിട്ടുമെന്നുള്ളതൊക്കെ കണ്ട് തന്നെ കൊണ്ട് തന്നെ അറിയണം. നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കട്ടെ. ഫസ്റ്റ് റിം എടുക്കാം. നമുക്ക് മൂഞ്ചിണ്ട്, സാധനമില്ലാടാ. അടുത്ത് നോക്കാം. അടുത്ത റിമ്മ് നമുക്ക് ഒരു കേടില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. കോഴിക്കാലുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോഴിക്കാൽ എങ്ങനെ വൃത്തിയാക്കാം. പണിന്ന് നടക്കുമോ, എന്താ കിട്ടുമോ, ആൾക്കാരെ കാണിക്കാണ്. 15 റിം എടുത്ത് മൂഞ്ചി. ഇനി അപ്പുറത്തെ കാര്യം നോക്കി വെക്കാം. ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നിങ്ങൾക്ക് കാണാം. കാരണം എപ്പോഴും നമുക്ക് നല്ല ബിരിയാണി ബിരിയാണി റിസോർട്ട് തേങ്ങ ഞണ്ടിനൊക്കെ വല്ല ക്ലാസ്സിനൊക്കെ പോണെങ്കിൽ ഈ സാധനം ഇടുന്നത് ഇതിൽ കയറാൻ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയൊക്കെ ഞങ്ങൾക്ക് വേണം. ചിക്കൻ കാല് നീ വളർത്തണ എന്തൊക്കെയാണ്? എന്റെ വഞ്ചിക്ക് എത്ര ആട്ടം മനസ്സിലായി. വഞ്ചിയുടെ ഉള്ള കാരണം finally we are got it one. കിട്ടിയ മുതലുണ്ട. ആകെ എത്ര നേരം പോയിട്ട് 3 പിടുത്തം പിടിച്ച് 15 റിമ്മ് 3 പിടുത്താകുമ്പോൾ 45 റിമ്മ് പിടിച്ചിട്ട് നമുക്ക് കിട്ടിയ മുതലാണ് ഒരു ഞണ്ട്. ഇതാണ് മീൻപിടുത്തക്കാരുടെ ലൈഫ്. കിട്ടിയ കിട്ടി, ഇല്ലേ ഇല്ല. എന്നാലും ഒന്നേന്ന് നാളെ നമ്മുടെ വീട്ടിലെ കറി എങ്ങനെ നടക്കുമല്ല. ഒരാളേ ഒരു വീഡിയോ അല്ലേ ഇങ്ങനെ ഞണ്ട് വെച്ച് ഇങ്ങനെ ചിരട്ടെടുത്തിട്ട് എത്ര സെക്കൻഡിനുള്ളിൽ കെട്ടാൻ പറ്റും. ആൾ പറഞ്ഞു 30 സെക്കൻഡിനുള്ളിൽ ആൾ കെട്ടുമെന്ന് പറഞ്ഞത്. നമുക്ക് നോക്കിയാലോ, കൗണ്ട് ചെയ്തോട്ടാ. പത്താ 12 18. 18. ഓക്കെ, ടാറ്റാ.